ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നെൻ്റെ കസിൻ്റെ മംഗല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ നോക്കട്ടെ, എനിക്ക് കുറച്ച് ഷൈ ഉണ്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പ് നിന്നെല്ലാം ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ നോക്കട്ടെ. പക്ഷേങ്കിൽ എനക്കറിയാം എന്തായാലും ഇതേപോലെ എടുത്തെടുത്ത് ശീലിച്ചിട്ടായി പേടിയെല്ലാം മാറ്റാം. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം ഇന്ന്. പിന്നെ ഇതാ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ ഇങ്ങനെ ഇത് ഞാനോട് ഇതാ ഇന്നലെ ഇന്നലെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പാൻറ്റും ഈ ഷർട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, ഇതിന് എത്ര 10 ഔട്ട് ഓഫ് എത്ര കൊടുക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഇതാ വാ ഇങ്ങോട്ട് വാ. ഇതാ ഉമ്മ ഒന്ന് വാ, ഇങ്ങ് താഴെ ഇറങ്ങിയാൽ മതി. ഇതാ ഇങ്ങോട്ട് ഇവിടെ വന്നാൽ മതി. ഇതാ ഇത് ഉമ്മാൻ്റെ ഇത് എങ്ങനെ അതിന് ഉമ്മ ഇപ്പുറം വന്നോ, ഇപ്പുറത്ത് വന്നാൽ കുറച്ചും കൂടി ക്ലിയറിൽ. ആ അപ്പൊ അടക്ക് ഓ ചെടീനടുത്ത് തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ എൻ്റെ പെങ്ങൾ ആദ്യമായിട്ട് വീഡിയോയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് രസമുണ്ടോ ഇല്ലയോ. എല്ലാവരും സാലാക്ക് വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്യുക. പിന്നെ എത്ര നിങ്ങൾ റേറ്റിംഗ് എത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ. അതിനുള്ള ശയ്യ നമുക്ക് മാറ്റിയെടുക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. എന്തായാലും നമ്മളെ അവിടെ എത്തി വണ്ടി കിട്ടട്ടെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, പോകുന്ന പോക്കിലൊരു പണി കിട്ടിയിട്ടുണ്ട്. എല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ ഓർമ്മ വന്ന് താക്കോൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ പറഞ്ഞേ എല്ലാം. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഇതൊരു താക്കോലൊന്നും എടുക്കാണ്ട് പോകും. അപ്പോൾ ഇതെന്തായാലും താക്കോൽ എടുത്തിട്ട് നമുക്ക് കാണാം. അല്ല, താക്കോൽ എടുത്തിട്ടല്ല, നമുക്ക് ആടെ എത്തിയിട്ട് കാണാം. മാറിപ്പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ മംഗലെല്ലാം കഴിഞ്ഞ് ഇന്ന് പിറ്റേന്നത്തെ ദിവസമാണ് സംഭവം. അന്നത്തെ ദിവസം ഞാൻ നല്ല ഫുള്ള് മോട്ടിവേഷനും നല്ല അന്നേരം ഫുള്ള് കോൺഫിഡൻസിൽ ഞാൻ വ്ളോഗെല്ലാം എടുത്ത് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ മംഗളത്തിൻ്റെ തലേന്നത്തെ രാത്രി ഇങ്ങനെ എന്നോട് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്ന് വ്ളോഗ് എടുക്കുന്നില്ലേ അങ്ങനെയുള്ള. പിന്നെ അത് മാത്രമല്ല ഇയാപ്പിള അടക്കോ എന്നോട് ചോദിച്ച് എന്ന് വെച്ചാൽ ഇനി എൻ്റെ വ്ളോഗ് എടുക്കുന്നില്ലേ എന്നുള്ള മറ്റ് മംഗളത്തിൻ്റെ എങ്കിൽ. എന്നിട്ട് ഞാൻ ഇന്നത്തെ വ്ളോഗിൻ്റെ തുടക്കങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ വീട്ടിൽ നിന്ന് എത്ര കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് ഇതാക്കിയത്. ഈ വ്ളോഗെല്ലാം നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് എല്ലാം ഇതായി. നിങ്ങളോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും എനിക്ക് ഇതുണ്ടാവും, കാറ്ററിങ്ങിൻ്റെ കുറച്ചൊരു പണി ഉണ്ടാവും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ എടുക്കുക എന്നുള്ള മറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ എത്തിയവരോ നോക്കുമ്പോൾ നമുക്ക് പണിയില്ല. എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി മറ്റേ കാറ്ററിങ്ങിൻ്റെ ആൾക്കാർ ഇതുണ്ടായിരുന്നു. അവിടെ ആൾക്കാരെല്ലാം അതിൻ്റെ പണിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ നേരെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്നെല്ലാം വിചാരിച്ചതാണ്. എനിക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അന്നേരം ഈ പ്രശ്നമെല്ലാം തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിന് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഇതില്ലേ ചാർജ് ചെയ്യുന്ന ഈ ഇതില്ലേ ഓട്ട, മറ്റേ ഫോണിൻ്റെത് പ്ലഗ് ചെയ്യുന്നത്, ഈ ഓട്ട ഒരു ചെറിയൊരു ലൂസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ചാർജറിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ ഇങ്ങനെ ഇതാവുള്ളൂ, ചാർജ് ഒന്ന് റെഡി ആവുള്ളൂ. ഞാൻ ഒരു ഇങ്ങനെ തട്ടാണിങ്ങനെ വെച്ചിട്ട് ചാർജ് ചെയ്ത് സാധാരണ. എന്നിട്ട് അന്ന് മംഗളത്തിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് മംഗളത്തിൻ്റെ രാവിലെ ഞാൻ നേരെ പീടികയിൽ പോയി എല്ലാം റെഡിയാക്കി. എന്നിട്ട് എല്ലാം റെഡി ആയതാ. ഞാൻ വീട്ടിൽ നിന്നെല്ലാം വ്ളോഗെല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്ത് നോക്കി. അങ്ങനെ ഇതായി. എനിക്ക് ഇവിടുത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ എടുത്തെല്ലാം റെഡിയാക്കി വെച്ചതാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഇതാണെങ്കിൽ ഫിറ്റ് അങ്ങനെ കണക്റ്റ് ആകുന്നുണ്ട്. പക്ഷേങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ടാകുമ്പോൾ വോയിസേ വരുന്നില്ല, അതിൻ്റെ ഒറ്റ വോയിസും വരുന്നില്ല. അങ്ങനെ ഇതിനെ കൊണ്ട് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ കളിച്ച് എല്ലാം ഇതായി. പിന്നെ ഇത് റെഡിയാകുന്നില്ല എന്ന് കണ്ടേരോ എൻ്റെ എന്താ പറയുക, രാവിലത്തെ മോട്ടിവേഷൻ ഇല്ലേ, ഫുള്ള് കോൺഫിഡൻസ് എല്ലാം പോയി. എനിക്ക് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ എന്താ പറയുക, ഓരോന്നിനും ഓരോ പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ അതുണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും മറ്റേ പിയാപ്പിളെല്ലാം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓരോ ചെറിയ ചെറിയ ക്ലിപ്പെല്ലാം എടുത്ത് വെച്ചിട്ട്
നിങ്ങൾക്ക് വോയിസ് ഓവറോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതിനടുക്ക് സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫോണിനും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഇത് 8 കൊല്ലമായി ഈ ഫോണ് മേടിച്ചിട്ട്. അതുകൊണ്ട് ഒരു ദിവസം എന്തായാലും അതിന് ഒന്ന് പോണ്ടേ. അങ്ങനെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പക്ഷേങ്കിൽ എനിക്ക് അവിടെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ ഇങ്ങനെ മൈക്ക് കണക്ട് ചെയ്തിട്ട് എൻ്റെ ഫോണിൽ വീഡിയോൻ്റെ ഇത് ഓണാക്കുക, എന്നിട്ട് ഉമ്മാൻ്റെ കയ്യിൽ വോയിസിൻ്റെ ഇതും കിട്ടേണ്ടിട്ട് അതിലും ക്യാമറേൻ്റെ ഇത് ഓണാക്കി വെച്ചിട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ട് എനിക്ക് ഒറ്റയിൽ എൻ്റെ വീഡിയോൻ്റെ ഇത് ഓഫാക്കി സൗണ്ട് ഓഫാക്കിയിട്ട് ഉമ്മാൻ്റെ ഓഡിയോൻ്റെ ഇത് മാത്രം വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് അത് കുറച്ച് ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നതാ. ഇവിടെ ഉമ്മാൻ്റെ ഇതിൽ ഞാനിങ്ങനെ ഇതിങ്ങനെ മൈക്കിൻ്റെ ഇത് കണക്ട് ആക്കിയിട്ട് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് എൻ്റെ അതിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതാക്കല. പക്ഷെ ആടെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ നിന്നെല്ലാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ നാട്ടിലെല്ലാണെങ്കിൽ എൻ്റെ കയ്യിലെല്ലാം പിള്ളേരുടെ കയ്യിലെല്ലാം ഇതാക്കിയിട്ട് ഇതാക്കാം. പക്ഷേങ്കിൽ ആടെ മംഗലത്തിനെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ ബാക്കിൽ തന്നെ ഒരാളിങ്ങനെ നടന്ന് വരേണ്ടി വരും ഇങ്ങനെ മറ്റേ ഈ മൈക്കിൻ്റെ ഇതിനും വേണ്ടിയിട്ട്. അപ്പം അതൊരു വേറെ പ്രശ്നം. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ പൊട്ടെ എനിക്ക് ഉമ്മാൻ്റെ വീഡിയോ എടുത്താൽ പോലെ. ഉമ്മാൻ്റെ അത് വേറെ പ്രശ്നം. ഉമ്മാൻ്റെ ആണെങ്കിൽ ക്ലിയറും ഇല്ല. ഇതിൽ എന്താ പറയുക 8 കൊല്ലം അയക്കെങ്കിലും എങ്കിലും എന്താ പറയുക ഒരു ബേസിക് ഒരു ക്ലിയർ ഉണ്ടാവില്ല, അതുണ്ട് ഈ ഫോണിന്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നമില്ല. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോ എടുക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഫുള്ള് കോൺഫിഡൻസ് മൊത്തം പോയിട്ടേനുള്ളത്. എന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കണം അല്ലേ തന്നെ എനിക്ക് എന്താ പറയുക ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പേടി പോലെ. അത് എന്ന് വെച്ചാൽ പേടി വെച്ചാൽ അങ്ങനത്തെ പേടിയല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ വ്ളോഗ് ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ എന്നോട് ചോദിക്കുമല്ലോ എൻ്റെ ഇതേതാ എൻ്റെ ചാനൽ ഏതാണെന്നെല്ലാം ചോദിച്ചാൽ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഓരോ അത് ഇതെന്താ ഓരോ ഒരു മനസ്സിലുണ്ടാവല്ലോ അത് ഇത്ര ഇവനിങ്ങനെ ഷോപ്പ് പോലെല്ലാം കളിക്കുന്നതല്ലോ, ഒരു 10-200 ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവനാണോ ഇങ്ങനെ ഇതാക്കുന്നുള്ള ഒരു ഇതുണ്ടാവും. അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് അന്നേരം ഒരു ചെറിയൊരു പേടിയുണ്ട്. അല്ലാണ്ട് എനിക്കിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ വ്ളോഗെടുത്ത് എനിക്ക് അതിനുള്ള ഒരു പേടിയല്ല. ഇങ്ങനെ ആൾക്കാരിങ്ങനെ എൻ്റെ ചാനൽ ഇത്ര ഇതാകുമോ എന്നുള്ള ഇതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ തുടങ്ങിക്കോ. എന്തായാലും ഞാൻ എല്ലാം എന്തായാലും ഷുവറായിട്ട് മാറ്റിയെടുക്കും. പിന്നെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനോ പിന്നെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന നമുക്കൊരു പേടിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് പിന്നെ ആടുന്ന് എൻ്റെ ഉപ്പ ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ വ്ളോഗ് ചെയ്യുന്നാലും മറ്റ് ഇങ്ങനെ ആരോടേലും ഇങ്ങനെ പറഞ്ഞിട്ട് ഓറന്നെ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ ചാനൽ കണ്ടിട്ട് ചോദിച്ച് അയ്യ ഇത്രയേ ഉള്ളൂ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്നെല്ലാം പറ്റി ഇങ്ങനെ ചോദിച്ചിരിക്കും. അങ്ങനെ അതാ പ്രശ്നം എനിക്ക്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ച് ഇതാകുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല എന്നാ സംഭവം. ഏതായാലും അത് കഴിഞ്ഞ് അതങ്ങ് പോട്ടെ. പിന്നെ അന്ന് തന്നെ ആടെ എൻ്റെ ഈ കോൺഫിഡൻസ് മൊത്തം പോയ സമയത്ത് എനിക്ക് എന്തായാലും ആടുന്നതിന് പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ എനിക്ക് പറ്റൂലായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എത്ര ആൾക്കാരുണ്ട് ആടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതാണെങ്കിൽ അങ്ങ് ചാനൽ പറയാൻ ഒരു മടിയായിരിക്കും. ഏതായാലും കഴിഞ്ഞെല്ലാം അതെല്ലാം പോട്ടെ. പിന്നെ നമ്മളെ പിയാപ്പിളയും പിയാറ്റാറും ഫായിസ് പിന്നെ ഷെറിന് രണ്ടാൾക്കും എൻ്റെ ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ ചിലപ്പോൾ നമ്മളെ പിയാപ്പിള ഫായിസ്ക ഈ വീഡിയോ ചിലപ്പം കാണുന്നുണ്ടോ ഇല്ലെന്ന് പഠിച്ചോണ്ട് അറിയാം. അപ്പോൾ ഫായിസ്കാനോട് ഒരു സോറി പറയുന്നു. എന്ന് വെച്ചാൽ അന്ന് ഞാൻ ശരിക്കും വ്ളോഗെല്ലാം എടുക്കാന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതേ. അല്ല തലേന്ന് എനിക്ക് പേടിയായിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ മംഗലത്തിൻ്റെ ദിവസം നിങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചു തരാൻ എനിക്കൊരു കുറച്ചൊരു മോട്ടിവേഷൻ. ഞാൻ ഉമ്മാടെ എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം എല്ലാവരും പറയുന്നുണ്ട് ഇനി വ്ളോഗ് എടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്.
അങ്ങനെ ആ ഒരു മോട്ടിവേഷനിൽ ഞാൻ എല്ലാം ഫോണെല്ലാം റെഡിയാക്കി എല്ലാം ഇതായി. എൻ്റെ വീടിനെല്ലാം വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അങ്ങെത്തിയര എല്ലാം ഫ്ലോപ്പായി പോയി. അതാ നിങ്ങളെ ഞാൻ മംഗളത്തിന് നിങ്ങളെ വീഡിയോ എടുക്കാത്തത്, അതിനൊരു സോറി. ഫായിസ്ക പറഞ്ഞിരിക്കണോ എൻ്റെ വ്ളോഗ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ എന്താ പറയുക, സോറി എന്നാ പറയണ്ടേന്ന് പറയണ്ട. അത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റാത്ത കൊണ്ടുള്ള ഒരു ഇതിൽ ഞാനിങ്ങനെ റിയാക്ഷന് പോലെ ഇങ്ങനെ വീഡിയോ എടുത്തതാ. അപ്പോൾ ഇനെന്തായാലും വീഡിയോ അടുത്ത വ്ളോഗെല്ലാം ഒന്ന് കുറച്ചാണ് ഉഷാറാക്കിയിട്ട് വരാൻ നോക്കാം. അപ്പോൾ ഇനെന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇനെന്തായാലും നമുക്ക് നാളെ കാണാം.